ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്നറിയോ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത്? നിങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും സംസാരിക്കുന്നത് ഒരേ നാവ് കൊണ്ടാണെന്ന് തോന്നുന്ന പോലെയാണ് ഞങ്ങൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും വന്നിട്ട് ഈ ക്യാമറയുടെ മുമ്പിൽ പറയുന്നത് ഒരേ രീതിയിലാണ്. ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഇത്രയും നല്ല കാര്യങ്ങൾ 10 വർഷക്കാലം വികസനത്തിൻ്റെ രംഗത്ത് സമാനതകളില്ലാത്ത വികസനം, അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ വലിയ ലജ്ജാകരമായ എന്ന് തന്നെ പറയാം, അങ്ങേയറ്റം നാണം കെട്ട ഒരു തോൽവി ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്ന് ടീച്ചറെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് നിങ്ങളോടൊരു വെറുപ്പ് തോന്നുന്നത്. എന്താണെന്നറിയോ? ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതല്ലാതെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കും അറിയില്ല. ആശാ വർക്കർമാരുടെ കാര്യം തന്നെ എടുക്കാം. എത്രയോ ദിവസങ്ങൾ അവർ അവിടെ സെക്രട്ടേറിയറ്റിൽ കുത്തിയിരുന്ന് സമരം നടത്തി, മഴയും വെയിലും കൊണ്ട് ഏതെല്ലാം പാർട്ടിയിലെ ഏതെല്ലാം നേതാക്കൾ വന്ന് അവരെ എന്തെല്ലാം ചെയ്തു. നിങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായി? ഇപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യമായാലും, അതായത് പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ക്ഷേമ പ്രവർത്തനം എന്താണെന്ന് പറയേ ഞങ്ങൾക്ക് ആർക്കും, സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാവണില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊരു തെറ്റ് പറ്റിയാൽ തെറ്റാണെന്ന് സമ്മതിക്കണ്ടേ? അവിടെയല്ലേ മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കുന്നവർക്കും കേട്ട് നിൽക്കുന്നവർക്കും ഒക്കെ ഒരു അബദ്ധം പറ്റിയെന്ന് അവർ സമ്മതിച്ചല്ലോ എന്ന് പറയുമ്പോഴല്ലേ നമ്മളോടൊരു താല്പര്യം അല്ലെങ്കിൽ സ്നേഹം വീണ്ടെടുക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ പറ്റിയ തെറ്റ് നമ്മൾ സമ്മതിക്കുമ്പോഴും അത് തിരുത്തുമ്പോഴുമാണ്. ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സംഭവമേ ഉണ്ടാകാറില്ല. കുട്ടി നേതാവായാലും വലിയൊരു നേതാവായാലും എന്തൊരു തെറ്റ് ചെയ്താലും നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്നല്ലാതെ അതിനൊരു കടിഞ്ഞാണിടുന്ന ഒരു പരിപാടി നിങ്ങളുടെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഈ സംഘടനയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകാറില്ല. ഇത് കാണുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് എന്താ തോന്നുക? വെറുപ്പ് തോന്നും. വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല ടീച്ചറെ. നിങ്ങളുടെ സംഘടനയിലെ ആര് വന്ന് സംസാരിച്ചാലും എല്ലാവരും പറയുന്നത് ഒരേ രീതിയിലുള്ള ഒരേ പോയിന്റ്സ് ആയിരിക്കും. കുട്ടി നേതാവായാലും വലിയ നേതാവായാലും പറയുന്നതെല്ലാം ഒരേപോലെ ആകുമ്പോഴും നമുക്ക് മനസ്സിലാവില്ലേ എവിടെന്നോ പഠിച്ചു വന്നിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ഏതൊരു തീരുമാനത്തിന്റെ പുറത്താണ് ഈ കാര്യം പറയുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഇപ്പൊ തന്നെ ടീച്ചർ പറഞ്ഞു കേട്ടില്ലേ, ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇത്ര ഒരു നാണം കെട്ട തോൽവി ഉണ്ടായെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് തോറ്റതെന്ന് അറിയാൻ പോലും കഴിയാത്ത രീതിയിൽ ഇതൊന്നും ഇല്ല ടീച്ചറെ. വികസനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, പ്രാവർത്തികമാക്കണ്ടേ? നമ്മൾ വായ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരല്ലോ. അത് ജനങ്ങൾക്ക് മനസ്സിലായി, പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ, ഇതിപ്പോൾ LDFന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇപ്പം നമ്മൾ ഇന്ന് അധികാരത്തിലേറ്റിട്ടുള്ള നമ്മുടെ UDF മന്ത്രിസഭ, അവർ നിങ്ങൾ ചെയ്ത പോലെ സാധാരണ ജനങ്ങൾക്ക് പറയാനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളോ ഒക്കെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ ഗതി ഇത് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ഞങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളൊരു കമ്മീഷനെ രൂപീകരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി തന്നെ പോലീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. അങ്ങേയറ്റം നാണം കെട്ട ഒരു തോൽവി ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച സൂക്ഷ്മമായ ആഴത്തിലുള്ള പരിശോധന എല്ലാ തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ അതിനുള്ള കഴിവ് വേണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഒക്കെ വേണം. മനസ്സിലാകാതെ ഒന്നുമല്ല, ആരും അങ്ങനെ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. പക്ഷേ ജനങ്ങളെ വിഡ്ഢികളാക്കി ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഇനിയുള്ള കാലത്ത് അത് നടക്കില്ല ടീച്ചറെ. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. പിന്നെ ടീച്ചറെ, ഈ ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്നറിയോ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത്? നിങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും സംസാരിക്കുന്നത് ഒരേ നാവ് കൊണ്ടാണെന്ന് തോന്നുന്ന പോലെയാണ് ഞങ്ങൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും വന്നിട്ട് ഈ ക്യാമറയുടെ മുമ്പിൽ പറയുന്നത് ഒരേ രീതിയിലാണ്. ഒരു അമ്മ പെറ്റ മക്കളായാൽ പോലും ഒരു 4 മക്കളുണ്ട്, അല്ലെങ്കിൽ 2 മക്കളുണ്ട്, 3 മക്കളുണ്ടെങ്കിൽ ഈ 3 പേരും അല്ലെങ്കിൽ ഈ 2 പേരും സംസാരിക്കുന്നത് 2 രീതിയിലായിരിക്കുമല്ലോ. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല, എല്ലാവരും സംസാരിക്കുന്നത് ഒരേ പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ സാധാരണ ജനത്തിന് അത് ദഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മുമ്പ് പലതും നടന്നിട്ടുണ്ടാവും, നമ്മൾ അടിച്ചമർത്തിയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ തലമുറ മാറി. ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അല്ലാതെ എന്താണ് ഞങ്ങൾ ഇത്രയും നാണം കെട്ട തോൽവി ഞങ്ങൾക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണം, എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ തോൽക്കേണ്ടതാണ്. കാരണം നമ്മൾ ചെയ്ത പ്രവൃത്തി എന്താണ്, ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കാൻ യോഗ്യരല്ല എന്നല്ലേ എൻ്റെ അർത്ഥം. സന്ദേശം സിനിമയിൽ പറയുന്ന പോലെ ഇത്രയും വാചക കസർത്തൊന്നും കാണിക്കേണ്ട. ഈ എന്തുകൊണ്ട് നമ്മൾ തോറ്റു അതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറയുന്ന പോലെ അതിനുള്ള ഉത്തരം ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടും. പിന്നെ നിങ്ങളുടെ പഴയ രീതി ഉണ്ടല്ലോ,
ആ പാറ്റേണൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കണം. ജനങ്ങളെ വിഡ്ഢികളാക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാവണം. നിങ്ങളുടെ സംഘടനയിൽ വിഭിന്ന അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയ്ക്ക് വെച്ച് കൂടുതൽ സ്വീകാര്യമായ അഭിപ്രായം തിരഞ്ഞെടുക്കണം.